ഹലോ സുഹൃത്തുക്കളെ, കേസേ ആപ്ലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജാസി ഉഡായ്പ് 2.0 ആയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോയുടെ ഉള്ളടക്കം അമ്പലത്തിൽ തൊഴാൻ വന്ന ജാസിനെ പുറത്തുനിന്ന് ഒരാളൊന്ന് ബാറ്റ് ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, മിസ്റ്റർ ജാസി. അതെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? അവളുടെ കൂടെ ഒരു ആണുള്ളതാ. അതേടാ, ഞാൻ ആശയ പെണ്ണ. നല്ലതാണ് കിട്ടാ. സുഹൃത്തുക്കളെ, 3 ചോദ്യം. എന്തേ ആ സമയത്ത് അവന് ദേഹത്ത് തൊടുമ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല? എന്തേ ആ സമയത്ത് അവന് ടച്ച് തോന്നിയില്ല? എന്തേ ആ സമയത്ത് അവൻ പ്രതികരിക്കാണ്ടിരുന്നത്? നിങ്ങൾ തന്നെ പറയും. എന്നെ ആക്ഷേപിക്കുവാനോ മോശം വേണ്ടിയിട്ട് വീഡിയോ. ഈ സമയത്ത് ഈ ജാസി എന്ന വ്യക്തി തനി പുരുഷനാണ്. അതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ പെരുമാറിയത്. ഈ ചിരട്ടയും കെട്ടി വെച്ചിട്ട് ഇവൻ വന്നിട്ട് ഇവൻ്റെ ഈ ചിരട്ട തൊടാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ വീഡിയോ വൈറലാക്കിയത്. ആ ചേട്ടനെ കുറ്റവാളിയാക്കിയത്, ആ ചേട്ടനെ ആകെ ബാഡാക്കിയത്. അന്ന് വിചിത്രമായ സംഭവം ഉണ്ടായി. ഷെയർ മാർക്കറ്റിൽ ഇതും സംഭവിച്ച്, പക്ഷെ ചേട്ട മാർക്കറ്റിൽ വൻ നേട്ടം ഉണ്ടാക്കി. അതല്ല രസം. ഈ പെണ്ണുവേഷം കെട്ടിയിട്ട് നടക്കണ്ടല്ലോ, തനിയാണാണ്. സുഹൃത്തുക്കൾ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരള സമൂഹത്തിന് എന്ത് തേങ്ങയാണ് ഇവൻ നൽകണത് സന്ദേശം? ഈ വളർന്നു പറഞ്ഞ പിള്ളേർക്കും വളർന്നു പറഞ്ഞ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഇവൻ നൽകണത്? നിങ്ങളിതിനെതിരെ പ്രതികരിക്കണം. ഇവനെങ്ങനെ വിട്ടാൽ ശരിയാവും? അവൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം, അവൻ്റെ ഒരു യൂട്യൂബ് കോപ്പ്, എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, ഇവനൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിനും ഈ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയും വിളിച്ച് കയറ്റുന്നത്? എന്ത് സന്ദേശം നൽകാനാണ് ഇങ്ങനെ ഈ വേഷം കെട്ടി നടക്കണവനെ നിങ്ങൾ വിളിച്ച് കയറ്റുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കും വല്ല കാര്യവും. പിന്നെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ഇവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തുള്ള വീഡിയോ തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ കുട്ടൻ്റെ ഇപ്പോൾ ഇതൊന്നും ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. ഒരു ഉടായ്പകൾ ഇങ്ങനെ ഓരോന്നായി പൊന്തി വരണം. അപ്പോൾ നടത്ത ഉടായ്പമായി വരണവരെ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.